ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എന്തൊക്കെ വന്നാലും മിസ്റ്റർ ചെന്നിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജിങ്ഷി ടോസ് ചെയ്യണമെന്നറിയും. ജിങ്ഷി ആകെ വല്ലാണ്ടായി നിൽക്കും. അപ്പോഴേക്കും മിസ്റ്റർ ചെന്നാണെങ്കിലോ, എനിക്കൊരു വിരോധവും ഇല്ല ജിങ്ഷി, ഞാൻ ടോസ് ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. ഓക്കെ എന്നും പറഞ്ഞ് ജിങ്ഷി വൈൻ ഗ്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ മറ്റേ ആളാണെങ്കിലോ കുറച്ച് ആൽക്കഹോൾ ഒഴിച്ച് ജിങ്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇത് കാണുമ്പോൾ യാനിന് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ആൽക്കഹോളൊക്കെ ഒഴിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അത്രയ്ക്ക് ശരിയൊന്നും അല്ലാന്ന് പറയും. എന്താ മിസ്റ്റർ യാൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താന്ന് അയാൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ചെന്നാണെങ്കിലോ, ശരിയാണ്, ഒരു പെൺകുട്ടിനെ ഫോഴ്സ് ചെയ്ത് കുടിക്കാനായിട്ട് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ കൂടെ കുടിക്ക്, ഞാൻ നിങ്ങളുടെ കൂടെ കുടിക്കാനായിട്ട് തയ്യാറാണെന്നും പറഞ്ഞ് നിൽക്കും. യാനിനാണെങ്കിൽ ആൽക്കഹോൾ അലർജിയുമാണ്. എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ആ ടൈമിന് ചെന്നാണെങ്കിലോ ഫുള്ളായിട്ട് കുടിച്ചിട്ട് ഞാൻ ദേ കുടിച്ചു എന്നും പറഞ്ഞ് നിൽക്കും. ഓ, മിസ്റ്റർ ചെൻ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരൊക്കെ ഇയാളെ പൊക്കി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മറ്റേ ആള്, ദേ മിസ്റ്റർ ചെൻ കുടിച്ചു, ഇനി ഞാൻ നിങ്ങളാണ് കുടിക്കേണ്ടതെന്നും പറഞ്ഞ് കുറച്ച് ആൽക്കഹോൾ എടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിലേക്ക് വെക്കും. ഞാനും വേറെ നിവൃത്തിയില്ലാണ്ട് ആ ഒരു ഗ്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ജിങ്ഷി എടുത്ത് ഞാൻ തന്നെ കുടിച്ചോളാന്നും പറഞ്ഞ് നിൽക്കും. അപ്പൊ തന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി അത് വലിച്ചു കുടിച്ച്, ശരിയെന്നാ എനിക്ക് പോയിട്ട് വർക്കുണ്ടെന്നും പറഞ്ഞ് ജിങ്ഷിയുമായിട്ട് നേരെ കാറിലേക്ക് ചെന്നിരിക്കും. കാറിലേക്ക് ഇരുന്ന ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട്. എത്രയൊക്കെ വലിയ മീറ്റിംഗ് ആയിരുന്നാലും ഞാൻ അത്രക്ക് കുടിക്കാറൊന്നുമില്ല. എന്തിനാ ഇപ്പൊ കുടിച്ചത്, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയും. വേണ്ട വേണ്ട, കുറച്ച് കഴിയുമ്പോ മാറുമെന്നും പറഞ്ഞ് ഞാനാണെങ്കിലോ വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കാണുമ്പോൾ ജിങ്ഷിക്കും ഭയങ്കര സങ്കടം വരും. ആ ടൈമിനാണ് ഈച്ചൻ കോള് ചെയ്ത്, നേരത്തെ ഒരു ലേഡിക്ക് സർജറി ചെയ്തില്ലേ, ഇപ്പോ ആ ലേഡിയുടെ ഡിസ്ലൊക്കേറ്റ് ആയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്തായാലും ഞാൻ വരാമെന്നും പറഞ്ഞ് ഞാനിന്റെ അടുത്ത് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയും. വേണ്ട, ഞാനും കൂടി വരാമെന്നും പറഞ്ഞ് ഞാനും നിർബന്ധിച്ച് രണ്ടുപേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. എന്താ ഇവിടെ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. പ്രോഡക്റ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയും. എന്തായാലും ആ ലേഡിയുടെ ഫയൽസ് ഒക്കെ എടുത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഫയൽസ് ഒക്കെ എടുത്ത് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ആ ടൈമിനുള്ളിൽ തന്നെ ഞാനിന് അലർജിയും സ്റ്റാർട്ട് ആകും. ഭയങ്കരമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കും. ഇതൊക്കെ ജിങ്ഷിയും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ടൈമിനാണ് ലില്ലി വരുന്നത്. അങ്ങനെ ലില്ലിയും ജിങ്ഷിയും കൂടി ആ ലേഡിനെ കാണാനായിട്ട് ചെല്ലും. പക്ഷെ ആ ലേഡി ഇവരുടെ അടുത്ത് നിന്നും എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അങ്ങനെ ലില്ലിയും ജിങ്ഷിയും കൂടി ആ ലേഡിനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ജിങ്ഷിക്ക് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത് കാണുമ്പോ തന്നെ ലില്ലി, എന്തായാലും നിങ്ങൾ തന്നെ ഇവളെ കൊണ്ടുപോയി വീട്ടില് ഡ്രോപ്പ് ചെയ്തേക്ക്, എനിക്ക് അർജന്റ് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാകും. അപ്പൊ തന്നെ ജിങ്ഷി, കുഴപ്പമില്ല, ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാന്ന് പറയും. ഇറ്റ്സ് ഓക്കെ, എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്നും പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും കൂടി കാറിലിരിക്കുവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്തായാലും ഹോസ്പിറ്റലിൽ വരെ വന്നതല്ലേ, ഈ അലർജിയുടെ കാര്യം ഒന്ന് ചെക്ക് ചെയ്തുകൂടായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, എന്റെ കയ്യിൽ മെഡിസിൻ ഉണ്ടെന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ ജിങ്ഷിയും ഇങ്ങനെ ചിന്തിച്ചിരിക്കും. എന്തായാലും നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വരട്ടെ, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയും. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തോളാന്നും പറഞ്ഞ് ജിങ്ഷി അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അങ്ങനെ ഇപ്പോ ജിങ്ഷിയുടെ വീടും എത്തും. ജിങ്ഷി അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തായാലും വീട് വരെ കൊണ്ടാക്കി തരാന്നും പറഞ്ഞ് ഞാനും പുറകെ നടക്കും. ഇവരധികം സംസാരിക്കുന്നൊന്നുമില്ല. ജിങ്ഷി മുന്നേ നടക്കുന്നു, അതിന്റെ ബാക്കിലായിട്ട് നമ്മുടെ ഞാനും. അങ്ങനെ ജിങ്ഷി വീട്ടിലേക്ക് ചെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറാനായിട്ട് പോകുമ്പോ പെട്ടെന്ന് ഞാൻ വന്ന് ഡോർ ക്ലോസ് ചെയ്യും. എന്തുകൊണ്ടാണ് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, ഇനി ഞാൻ തന്ന നെക്ലസ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. ഇഷ്ടപ്പെടായിക ഒന്നുമില്ലാന്ന് പറയും. പിന്നെന്താ നിനക്ക് പ്രോബ്ലം, ആ നെക്ലസ് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ ആ നെക്ലസിലെ വേറെന്തെങ്കിലും മീനിങ് ഉള്ളതായിട്ട് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമ്മൾക്കിടയിൽ എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ജിങ്ഷിയുടെ അടുത്തേക്ക് വന്ന്, നമുക്കിടയിൽ എന്ത് ഫീലിങ്സ് ആണ് ഉള്ളതെന്നുള്ള ഡൗട്ടാണോ നിനക്ക് എന്ന് ചോദിക്കും. ജിങ്ഷിക്കൊന്നും പറയാൻ പറ്റാണ്ട് തലയും കുമ്പിട്ട് നിൽക്കും. കറക്റ്റ് ആയിട്ട് ആ ടൈമിന് നമ്മുടെ നാൻസി വന്ന് വാതിൽ തുറക്കും. ഉടനെ തന്നെ ജിങ്ഷി ഓടി അകത്തേക്ക് പോകും. അപ്പൊ തന്നെ നാൻസി, എന്താ ഞാൻ നിങ്ങൾ പുറത്ത് നിൽക്കുന്നത്, അകത്തേക്ക് കയറുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല ഇല്ല, നീ വേസ്റ്റ് കളയാനായിട്ട് പോവല്ലേ, അതിങ്ങോട്ട് തന്നേക്കെന്നും പറഞ്ഞ് നാൻസിയുടെ കയ്യിൽ നിന്ന് വേസ്റ്റും വാങ്ങി പുള്ളിക്കാരൻ പുറത്തേക്ക് പോകും. ജിങ്ഷിക്കാണെങ്കിലും ആകെ നാണം, ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുവാണ്. അതേ ടൈം ഞാനും നേരെ വീട്ടിലേക്ക് വന്ന് കുറച്ച് വെള്ളവും എടുത്തു കുടിച്ച് ജിങ്ഷി കൊടുത്ത ആ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും. അതേ ടൈം ലില്ലിയുടെ വീട്ടിൽ കാണിക്കാണ്. ഈസോയി അവിടെ നിന്ന് കോള് ചെയ്തോണ്ടിരിക്കാണ്. ബേബി, അധികം വെയിറ്റ് ചെയ്യാണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നേക്കാന്ന് പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. ആ ടൈമിനാണ് ലില്ലി അങ്ങോട്ടേക്ക് വരുന്നത്. എപ്പോഴും നീ വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ എന്നാ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാത്തതെന്ന് ചോദിക്കും.
ചോദിക്കും. പ്ലീസ് ലില്ലി, എനിക്ക് നീ കുറച്ച് ടൈം തരണം. നീ മാത്രമേ എനിക്കുള്ളൂ, അത് നീ ആദ്യം മനസ്സിലാക്കണമെന്ന് പറയും. എത്ര ടൈം നിനക്ക് വേണം? ഒരു 15 ദിവസം, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം? എത്ര ടൈമാണ് നിനക്ക് വേണ്ടത്? നമ്മള് ഒരു ലവേഴ്സ് അല്ലേ, അപ്പൊ നിന്റെ കാര്യങ്ങളെല്ലാം ഞാനും അറിയണ്ടേന്ന് നീ ചോദിക്കും. പ്ലീസ് എടാ, നീ എന്നെ ഒന്ന് ആദ്യം മനസ്സിലാക്ക്. ഇതെന്റെ പ്രോബ്ലം ആണ്. ഇതെല്ലാം തീർത്തതിന് ശേഷം നിന്നോടെല്ലാം പറയാന്ന് പറയും. ഓക്കെ, നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് ലില്ലി അപ്പൊ തന്നെ അവന്റെ കോട്ടെടുത്ത് കയ്യിലേക്ക് കൊടുക്കും. അതേ ടൈം മിസ്റ്റർ ചെന്നാണെങ്കിലോ സിഡ്നിനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. ഞാൻ എങ്ങനെയാണ്, അവൻ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാറില്ലേ നിന്നെ ചോദിക്കും. ഇല്ല, അവന് ആൽക്കഹോൾ അലർജിയാണ്, അതുകൊണ്ട് അധികം കുടിക്കാറൊന്നും ഇല്ലാന്ന് പറയും. പക്ഷേ ഇന്ന് നൈറ്റ് അവൻ കുടിച്ചല്ലോ. കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് പോയി. ഓ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, ജിൻഷിയുടെ മുമ്പിൽ ഒരു ഹീറോ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് കുടിച്ചതാണല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ സിഡ്നിയുടെ ഫേസ് ഒരുമാതിരി മാറും. ഹേയ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ജിൻഷിയുടെ കമ്പനിയിൽ അവനൊരു ഇൻവെസ്റ്റർ അല്ലേ, അപ്പോ അവളെ സേഫ് ആക്കാൻ വേണ്ടി അവൻ കുടിച്ചതായിരിക്കും എന്നറിയും. ഓ, അങ്ങനെയാണോ സിഡ്നി? ഇനി നെക്സ്റ്റ് ഒരു പാർട്ടി വരുമ്പോ നിനക്ക് പകരം ഞാൻ കുടിച്ച് നിന്നെ രക്ഷിക്കാന്ന് പറയും. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അതിന് നന്നായിട്ട് കുടിക്കൂലെന്നും പറഞ്ഞ് പുള്ളിക്കാരി ഒരു ഗ്ലാസ് ഒക്കെ പൊക്കി കാണിക്കും. അതേ ടൈം ആ ഒരു സർജറി ചെയ്ത ആ ലേഡിയുടെ ഹസ്ബൻഡിനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ഫ്രണ്ടിന്റെ കൂടെ കുടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കോൾ വരും. അതിലാണെങ്കിലും ഒരു ബിസിനസ് ഡീൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആ ലേഡിയുമായിട്ട് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് പ്രൊട്ടസ്റ്റ് അങ്ങോട്ട് ആരംഭിക്കും. ജിൻഷിയുടെ കമ്പനി ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിലാണ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാല് ആ ലേഡിക്ക് ഉടനടി തന്നെ ഒരു സർജറി ആവശ്യമാണ്. അതൊക്കെ വിട്ടിട്ടാണ് ഇവരെല്ലാവരും കൂടി ഇവിടെ വന്ന് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇത് കാണുമ്പോ തന്നെ ജിൻഷിക്ക് ഏകദേശം കാര്യം പിടികിട്ടും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്തുവല്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ലാണ്ട് നിങ്ങളുടെ വൈഫിന് പെട്ടെന്നൊരു സർജറി ആവശ്യമാണ്, അത് ചെയ്യാണ്ട് ഇവിടെ വന്ന് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് എന്താ കാര്യം? നിങ്ങളൊരു ലൈഫ് വെച്ചാണ് ഈ കളിക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആ ലേഡിയും കരഞ്ഞുകൊണ്ട് കാര്യം പറയാനായിട്ട് വരും. ആ ലേഡിയുടെ ഹസ്ബൻഡ് അതിനെ സമ്മതിക്കുന്നില്ല. ഇവരുടെ കമ്പനി പ്രൊഡക്റ്റിലാണ് പ്രശ്നം, നിങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ എല്ലാവരെയും പറ്റിക്കുവാന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കും. ഇതെല്ലാം ഒരുപാട് പേര് നിന്ന് ഫോണിൽ ഷൂട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ജിൻഷിക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആകെ തകർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അതേ ടൈം ഞാനാണെങ്കിലോ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഫുള്ള് ജിൻഷിയുടെ കമ്പനീനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അത് പറഞ്ഞു തിരുത്താനായിട്ട് നമ്മുടെ യാന ശ്രമിക്കുന്നുണ്ട്. ആ ടൈമിനാണ് യാനിന്റെ അസിസ്റ്റന്റ് വന്ന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നത്. അതേ ടൈം ആ ലേഡിയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ എല്ലാവരും മുമ്പിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ പുള്ളിക്കാരന്റെ ഫ്രണ്ട് നേരെ സിസോന്റെ കയ്യിലേക്ക് കയറി പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് മാറി അയ്യോ ഇവൻ എന്നെ തല്ലി എന്നും പറഞ്ഞ് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ തന്നെ എല്ലാവരും കൂടി സിസോനെ തല്ലാനായിട്ട് പോകും. അതിനിടയിൽ ജിൻഷിനെ എല്ലാവരും കൂടി തള്ളി നിലത്തേക്ക് ഇടും. പെട്ടെന്നാണ് ഞാൻ വന്ന് ജിൻഷിനെ പൊക്കിയെടുക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാവരെയും മാറ്റി നേരെ ആ ലേഡിയുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വരും. നിങ്ങളുടെ വൈഫിന് പറ്റിയ പ്രശ്നത്തിനും ഷിങ്ചൻ കമ്പനിയുടെ പ്രോഡക്റ്റിനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അതുമല്ലാണ്ട് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്താണ് അഴക്കുന്നത്. പിന്നെ നിങ്ങളുടെ വൈഫിന് നടന്ന സർജറിയും റെക്കോർഡഡ് ആണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയും. ഇയാളാണെങ്കിലോ എന്നാലും ഞാൻ പോവില്ല എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പൊ തന്നെ ആ ലേഡി മതി നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയും. പുള്ളിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അന്ന് ആദ്യം എനിക്ക് തരേണ്ട ക്യാഷ് ഇതാ, അതിനുശേഷം ഞാൻ പോയിക്കോളാന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ അസിസ്റ്റന്റിനെ ഒന്ന് കണ്ണ് കാണിക്കും. അപ്പൊ തന്നെ അസിസ്റ്റന്റും എന്തായാലും സാർ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ ക്യാഷ് തരാന്ന് പറഞ്ഞ് അയാളെയും കൂട്ടി പോകും. ഇത് കാണുമ്പോ ജിൻഷി വേണ്ട അയാൾക്ക് കാശൊന്നും കൊടുക്കണ്ട, അയാൾ ഇവരെ ഒന്നും നോക്കില്ല എന്നും പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കും. അപ്പൊ തന്നെ ഞാൻ ജിൻഷിനെ പിടിച്ചു വലിക്കും. നീ ഒന്ന് സമാധാനത്തിലിരിക്കും, ഇവിടെ എല്ലാം ക്യാമറയാന്ന് പറയും. അതേ ടൈം ആ ലേഡിയും ഒന്നും മിണ്ടുന്നൊന്നുമില്ല, ആകെ സങ്കടത്തിൽ അവിടെ ഇരിക്കുവാണ്. അവസാനം ജിൻഷിനെയും കൂട്ടി ഞാൻ നേരെ കാറിലേക്ക് കയറിയിരിക്കും. ജിൻഷിക്കാണെങ്കിലോ വല്ലാത്ത സങ്കടം. നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ആയത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്തേനായിരുന്നു. അയാളാണെങ്കിലോ പണ്ട് തന്നെ ആ ലേഡീനെ ഒന്നും നോക്കാറില്ല. ഇപ്പോഴേ നിങ്ങൾ അയാൾക്ക് ക്യാഷും കൊടുക്കാനായിട്ട് പോകുന്നു. ഇതിപ്പോ അവസാനം വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുമെന്ന് പറയും. അങ്ങനെയല്ല, നീ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഒന്നും ആവാനായിട്ട് പോകുന്നില്ല. നിന്റെ ചുറ്റിനും ക്യാമറയായിരുന്നു, നീ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് തന്നെ ഷിങ്ചനായിരിക്കും ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയും. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തിട്ട് പോയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ലേഡീനെങ്കിലും സേവ് ചെയ്യാമായിരുന്നു എന്നറിയും. ജിൻഷി നിനക്ക് തന്നെ അറിയാലോ ആ ലേഡീനെ വീട്ടുകാരൊന്നും നോക്കുന്നില്ലാന്ന്. അപ്പോ സെക്കൻഡ് സർജറി ചെയ്താലും ആ വീട്ടുകാര് ഇവരെ നോക്കുമെന്ന് നിനക്കെന്താ ഉറപ്പെന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവരുടെ അവസ്ഥ കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്യും. അവളുടെ കയ്യിൽ പോലും ഒരു മുറിവൊക്കെ ആയിട്ടുണ്ട്. ഇത് ഞാൻ ശ്രദ്ധിച്ച്. ജിൻഷി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിന്റെ ഫോൾട്ടൊന്നും അല്ലാന്നറിയും. അപ്പൊ തന്നെ ജിൻഷി ആണെങ്കിലും ഭയങ്കരമായിട്ട് പൊട്ടി കരയാനായിട്ട് തുടങ്ങും. ഇപ്പൊ കട്ട് ചെയ്താല് ഞാൻ എന്റെ വീട്ടിലാ ഉള്ളത്. അങ്ങനെ തന്നെ മെഡിസിൻ ഒക്കെ എടുത്ത് ആ മുറിവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ തന്നെ
ജിൻഷി പയ്യെ കൈ വലിച്ചു മാറ്റും. നീ എന്താണ് ഈ കാണിക്കുന്നത്? കൈ ഇങ്ങോട്ട് കൊണ്ടുപോവാന്നറിയും. ഞാനതിന് നീ പറയുന്ന പോലെ അനുസരിക്കാനായിട്ട് ഒരു റോബോട്ടൊന്നും അല്ലാന്നറിയും. ആ ശരി, നീ റോബോട്ട് അല്ല, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ഒരു ബാൻഡേജ് എടുക്കും. പിന്നെ എന്ത് തോന്നിയെന്ന് അറിയാൻ പാടില്ല. ജിൻഷി പയ്യെ കൈ വെച്ച് കൊടുക്കും. അങ്ങനെ ഞാനും ആ ബാൻഡേജ് ആ മുറിവിലൊട്ടിക്കും. പെട്ടെന്നാണ് ജിൻഷിയുടെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകും. അങ്ങനെ ജിൻഷിയും ഓഫീസിലെ അവസ്ഥയൊക്കെ അന്വേഷിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ബാൻഡേജ് നോക്കി നിൽക്കും. അതേ ടൈം നമ്മുടെ യാനിന്റെ അസിസ്റ്റന്റും ആ ലേഡിയുടെ ഹസ്ബൻഡിന് കുറച്ച് ക്യാഷ് ഒക്കെ കൊടുത്ത് ഇനി ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൈയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോകും. പക്ഷേ ഇവര് ഈ സംസാരിക്കുന്നതും എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതെല്ലാം ആരോ മറഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ യാനിന്റെ അസിസ്റ്റന്റും അയാൾ സൈൻ ചെയ്ത എഗ്രിമെന്റും ഒക്കെ യാനിന് അയച്ചു കൊടുക്കും. അത് കണ്ട് ഹാപ്പി ആയിട്ട് ജിൻഷിക്ക് വേണ്ടി യാനും കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതേ ടൈം ജിൻഷിയും വന്നിരിക്കും. അങ്ങനെ ആ എഗ്രിമെന്റ് ഒക്കെ ജിൻഷിക്ക് കാണിച്ചു കൊടുത്ത് ഇനി നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, എല്ലാ പ്രോബ്ലവും തീർന്നു എന്നും പറഞ്ഞ് അവൾക്ക് വേണ്ടി കുക്ക് ചെയ്ത ഫുഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ട് ചിരിച്ച് പയ്യെ ജിൻഷി തിരിഞ്ഞു നോക്കും. അവിടെ ബാക്കിലായിട്ട് ഒരു അക്വേറിയം ഉണ്ടല്ലോ, ഇത് കാണിച്ചിട്ട് ഇതെന്താന്ന് ചോദിക്കും. ഇതെന്റെ ആന്റി തന്ന അക്വേറിയം ആണെന്ന് പറയും. അക്വേറിയം ആണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അതിനുള്ളിൽ ഒരു ഫിഷും ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിക്കും. എന്റെ ഈ ബിസി ലൈഫില് ഫിഷിനെയൊക്കെ വളർത്താനായിട്ടുള്ള ടൈം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാണ്ടിരിക്കുന്നതെന്ന് പറയും. എന്തായാലും എന്താണ്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താലല്ലേ ലൈഫ് ഒന്ന് ഹാപ്പി ആയിട്ട് പോവുള്ളൂ എന്നും പറഞ്ഞ് ഒന്ന് ചുറ്റി നോക്കും. അപ്പോ ഇവള് കൊടുത്ത ആ ഫ്രിഡ്ജ് മാഗ്നറ്റ് കാണും. അങ്ങനെ തന്നെ അതെടുത്തിട്ട് ഇതിപ്പോഴും നീ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആന്നിങ്ങനെ ഞാനും പറയും. അങ്ങനെ ജിൻഷി ഈ ഒരു ഗിഫ്റ്റ് യാനിന് വാങ്ങിച്ചു കൊടുത്ത കാര്യമൊക്കെ ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കും. ആ ടൈമിന് ഞാനും നീ എന്താ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ടേബിളിലേക്ക് വിളിച്ചിരുത്തും. ഒരുപാട് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ജിൻഷി ചിരിച്ചിട്ട് ഇതെന്താണ് നീ കുക്കിംഗ് പോലും ഒരു ആർട്ട് പോലെ ചെയ്യുന്നുണ്ടല്ലോ, അല്ല ഈ ഫുഡിന് എന്തെങ്കിലും മീനിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. മീനിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പൈനാപ്പിൾ ഫുഡിന് ഗുഡ് ലക്ക് എന്നാണ് മീനിങ് എന്നൊക്കെ പറയും. അതിനുശേഷം ജിൻഷിയും ഫുഡൊക്കെ കഴിച്ചു നോക്കി. ഫുഡെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് മിസ്റ്റർ ഷെഫ് യാൻ, നിങ്ങള് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. എനിക്ക് ഈ നന്ദി വെറുതെ വായ കൊണ്ട് പറഞ്ഞാ പോരാ, അത് നീ എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരണമെന്ന് പറയും. അതെന്താന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്താലോന്നും ചോദിച്ച് ഞാൻ ജിൻഷിനൊന്ന് നോക്കും. ജിൻഷിക്കാണെങ്കിലും ആകെ നാണം വന്ന് നീ എന്താ ഉദ്ദേശിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ എന്താണ് കാര്യമെന്ന് നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അതിനു മുന്നേ തന്നെ നിനക്ക് നാണം വന്നു, അതെന്താ കാര്യം എന്ന് ചോദിക്കും. ഒന്നുമില്ലാന്നും പറഞ്ഞ ജിൻഷിയും ഭയങ്കര നാണിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ദേ പറയുവാണ്, നിനക്ക് എന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഉടനെ തന്നെ ജിൻഷിയും ഓക്കെ എന്നറിയും. അങ്ങനെയാണെങ്കിൽ നീ ഓർത്തു വെച്ചു, ഇന്നു മുതല് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടാന്നറിയും. ഓക്കെ എന്നും പറഞ്ഞ ജിൻഷി കൈകൊണ്ട് അടുത്തേക്ക് വരാനായിട്ട് കാണിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഒന്ന് ഹഗ് ചെയ്ത് കുറച്ചു നേരം കിസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നൈറ്റും ആകും. ജിൻഷി ഫ്രഷപ്പ് ആയിട്ട് നേരെ യാനിന്റെ അടുത്തേക്ക് വരും. എന്താ ഇത്, ഇവിടെ ലേഡീസ് ചപ്പലൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചതാണ്, ഇന്നാണ് അത് നടപ്പിലായി എന്നറിയും. സൂപ്പർ ആയിട്ടുണ്ട്, അല്ല നിന്റെ കാലിഗ്രാഫി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പൊ നിന്റെയോ എന്ന് ചോദിക്കും. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നറിയും. അങ്ങനെയാണെങ്കിൽ വാ, നീ എന്റെ അടുത്തേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാന്ന് പറയും. അങ്ങനെ ജിൻഷിയും ഓടി ഞാൻ എന്റെ മടിയിലേക്ക് ഇരിക്കും. ഇത് ഇങ്ങനെ എഴുതണ്ടേന്നും പറഞ്ഞ് ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ജിൻഷി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരില്ല. അങ്ങനെ ഞാൻ അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ എഴുതിയൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.